യോ ഗായ്സ്, ഞാൻ ഇന്ന് പോകുന്നത് വേൾഡിലെ തന്നെ ഫസ്റ്റ് ബുക്ക് ടൗൺ ആയ ഹേൺ വൈലോട്ടാണ്. വണ്ടി പാർക്ക് ചെയ്ത് ആദ്യം കണ്ട ആളുകൾ തന്നെ നമ്മൾ ഏക്കാസിലോട്ടുള്ള വഴി ചോദിച്ചു. നല്ല മനുഷ്യനായതുകൊണ്ട് തന്നെ നല്ലപോലെ വഴി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ലൊക്കേഷനിലെത്തിട്ടോ. പിന്നെ ആദ്യമേ പറയുകയാണെങ്കിൽ ഇത് ഒരു ബുക്ക് ലവേഴ്സിനും കൺട്രി സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ബുക്ക് എടുത്തു തരാൻ ആളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ തന്നെ എടുക്കുക, നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ പേ ചെയ്യുക. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. ഇതൊരു ഹോണസ്റ്റി ബുക്ക് ഷോപ്പ് എന്നാണ് അവർ പറയുന്നത്. 1970 എഴുതിയതാണ്. ബൈറോ എന്നായിരുന്നു പറഞ്ഞത് പെണ്ണിന്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞു കേട്ടില്ല. അറിയില്ല. ബോൾ പെൻ എന്നിറങ്ങിയ നോക്ക്. അങ്ങനെ അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കി. 1938 വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് നീങ്ങി നേരെ കാസ്റ്റിന്റെ ഉള്ളിലോട്ട് കയറാമെന്ന് വിചാരിച്ച് നടന്നു തുടങ്ങി. യുകെയിലെ വെതർ അൺപ്രെഡിക്റ്റബിൾ ആണ്. ഭാഗ്യവശാൽ ഇന്ന് നല്ല വെതർ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറിട്ടോ. പണ്ട് കാലത്ത് ഇതൊരു കാസ്റ്റിലായിരുന്നു. ഇപ്പോൾ ഇത് കാസ്റ്റിൽ ട്രസ്റ്റ് ആയിട്ടാണ് ഇവർ നടത്തിക്കൊണ്ട് പോകുന്നത്. പിന്നെ നോക്കിയപ്പോൾ അവിടെ കുറച്ച് കളറിംഗ് ബുക്സ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കില്ല, ഷൈമ ഒരു കുതിരയും ഞാനൊരു രാജാവിനെ തന്നെ വരച്ച് അവർക്ക് കൊടുത്തു. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം ആൾക്കാർ അവിടെ റിലാക്സ് ചെയ്യുന്നതായിട്ട് കണ്ടു. നമുക്ക് റിലാക്സ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് നടക്കാൻ തുടങ്ങി. ബുക്ക് ടൗൺ ആയതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും ആളുകൾ പുസ്തകം വായിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരെ ഞാൻ എവിടെയോ ഇവനെ കണ്ടപ്പോൾ നാട്ടിലൊരു ഓർമ്മ വന്നിട്ട് നമുക്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ നല്ലൊരു വൈബ് കഫേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കയറിയൊക്കെ വിചാരിച്ചേ. ഇത് കണ്ടപ്പോൾ കഫേ സെറ്റപ്പ് ആയിട്ടല്ലോ എനിക്ക് തോന്നിയത്. ഇത് ബുക്സ് വായിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു കഫേ ഇവിടെ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇവിടെ ബുക്സ് മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നല്ല ഒരു ആംബിയൻസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. ഷോപ്പിൽ കയറിയതും റോമോളെ ഫാൻസ് ആയിട്ട് അവിടുത്തെ സ്റ്റാഫ് എല്ലാം. അങ്ങനെ ഞങ്ങൾ ഒരു മാച്ച ഡ്രിങ്കും ഓർഡർ ചെയ്ത് അതും കുടിച്ച് വൈബ് ആസ്വദിച്ച് അങ്ങനെ അവിടെ ഇരുന്നിട്ടോ. ഈ ബുക്ക് ടൗണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ സെൽഫ് പേയിങ് ആണ്. ഒരുവിധ എല്ലാ ഷോപ്പുകളിലും നമുക്ക് വേണ്ട ബുക്ക് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് പേ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. നിങ്ങൾ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ ക്വയറ്റ് പ്ലേസിൽ പോയി കാമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ പ്ലേസ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ഗൈസ്.